നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് വിജ്നി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി ഞാൻ ട്വിൻ ഫ്ലെയിം ജോയിന് മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സോ ഇന്നത്തെ എനിക്ക് വന്ന ഗൈഡൻസ് ടോപ്പിക് എന്താണെന്നറിയോ? ഫിയർ. നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും നമ്മുടെ പീസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും പിന്തിരിപ്പിക്കുന്ന എന്ത് കാര്യമാണെന്നറിയോ? ഘടകം എന്താണെന്നറിയോ? ഫിയർ, ഭയം. ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എല്ലാത്തിലും ഈ ഭയം കയറി ഇടപെട്ട് നമ്മളെ കൊണ്ട് ആ ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്ത് അതിനെ എസൻസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഭയത്തെ പറ്റിയാണ്. നമ്മളെല്ലാവരും ഭയത്തിൻ്റെ ഒരു എന്താ പറയുക, ജയിലിലാണ് താമസിക്കുന്നത്. ഭയം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് അറിയാം? ബിലീഫ് സിസ്റ്റം. ആൻഡ് ഇവിടെ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. നമ്മുടെ സോളിന് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഭയമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണീനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലവിങ് യൂണിയനെ ഡിലേ ചെയ്യുന്നത്. ഈ ഭയമാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ക്ലെയിം ചെയ്യാൻ പിന്തിരിപ്പിക്കുന്നത്. അത് പിന്തിരിപ്പിക്കും. കാരണം അറ്റ്മോസ്റ്റ് നമ്മുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഫിയറാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭയമാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ ഹീല് ചെയ്യുക. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഭയം എന്നുള്ളത് എന്താണ്? ഫിയർ ഒരു ഇലൂഷനാണ്. നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും എന്തോ സംഭവിക്കും, എന്തോ വലിയ ആപത്താണെന്നുള്ള. കാരണം നമ്മളെല്ലാവരും ഒരു ആനിമലിൻ്റെ ആനിമൽ നിന്ന് നമ്മൾ എവല്യൂഷൻ വന്നാണല്ലോ നമ്മൾ ഹ്യൂമൻ ഫോമിലേക്ക് വരുന്നത്. സോ മുന്നേ നമ്മുടെ പൂർവികർ ആൻസസ്റ്റേഴ്സൊക്കെ ഈ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭയം നമുക്ക് ഒരു ഫിയർ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ സർവൈവിന് വേണ്ടി ആ ഭയം ചിലതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും സന്തോഷകരമായ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഭയം നമുക്ക് ഒരു തടസ്സമായി വരാറുണ്ട്. സോ നമ്മൾ ആ ഭയത്തെ ഫേസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഭയം എന്തിൽ നിന്നാണ് അറിയാം? നിങ്ങളുടെ ഡിവൈൻ പവറിൽ നിങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ട് മറ്റുള്ളവരാൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മുടെ ഫിയർ നമ്മളെ ഇങ്ങനെ ഏറ്റവും മുന്നോട്ട് വന്നിട്ട് നമ്മുടെ ലൈറ്റിനെ ഡിമ്മ് ചെയ്യും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഭയത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് നിങ്ങൾ മോചനം, അല്ലെങ്കിൽ ഭയത്തിൻ്റെ ആ കേജിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയോ? നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമെന്നുള്ള ഭയം. ഏറ്റവും വലിയ ഭയം നിങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭയം, നിങ്ങൾ മോശമാകുമെന്നുള്ള ഭയം, നിങ്ങളെന്തോ തെറ്റാണ് ചെയ്യുന്നുള്ള ഭയം. ഈശ്വരൻ്റെ ആ ഒരു ദൗത്യത്തിനെ ലോജിക്കലി ചിന്തിച്ച് അതിനെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു ഭയം എന്താണ്? മായയാണ്, ഇലൂഷനാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭയത്തിൽ നിന്ന് ഓടാനും പറ്റും. ഭയത്തിൽ നിന്ന് ഒളിക്കുക. ലൈക്ക് ഓക്കെ, ഐ എം സേഫ്. സോ ഭയത്തിൻ്റെ മാറ്റണമെങ്കിൽ, നമുക്ക് ഭയമില്ലാണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സേഫ്റ്റി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്തുകൊണ്ടാണ് നിങ്ങളിന്ന് റണ്ണായി പോകുന്നതെന്നറിയോ? They don't feel safe.
ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് അതെങ്ങനെ റിസീവ് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ദേ ഫീൽസ് അൺസേഫ്. സോ നമ്മുടെ ഡിവൈൻ മാസ്കുലിന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ഡിവൈൻ മാസ്കുലിന് നമ്മുടെ കൗണ്ടർ പാർട്ടിന് ഭയമാണ്. കാരണം ഇത്രയും അൺകണ്ടീഷണൽ ലവ് അവർക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. സോ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അവർക്ക് അൺസേഫാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ആർക്കും എന്നെ പ്രണയിക്കാൻ പറ്റുന്നത്. സോ അവർ അതിനെ റിജക്റ്റ് ചെയ്യും. കാരണം അവർക്ക് സേഫ്റ്റിയാണ് വേണം. അവർക്ക് എവിടെയാണോ സേഫ് ഫീൽ ചെയ്യുന്നത് അവിടെ ആ സേഫ്റ്റിയിലോട്ട് അവർ കോംപ്രമൈസ് ചെയ്യും. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ കോംപ്രമൈസ്, കാരണം അവരുടെ ഈഗോക്ക് ഒരു ട്രിഗറാവും. സോളിൻ്റെ യാഥാർത്ഥ്യം അറിയാമെങ്കിൽ പോലും അവരുടെ ഫിയർ അവർ അത്രത്തോളം കൺട്രോൾ ചെയ്ത് അവരുടെ സർവൈവിന് വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ കോംപ്രമൈസ് ചെയ്യും അവരുടെ ലൈഫിൽ. ആൻഡ് ദേ സെറ്റിൽ ഫോർ, അവർക്ക് ആപ്റ്റ് ആകാത്തൊരു റിലേഷൻഷിപ്പിൽ അവർ സെറ്റിൽ ആവും, അല്ലെങ്കിൽ ആപ്റ്റ് ആവാത്തൊരു ജോലിയിൽ, അവരെ വാല്യൂ ചെയ്യാത്തൊരു ജോലിയിൽ അവർ സെറ്റിൽ ചെയ്യപ്പെടും. സോ ഇത് നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മളും ലൈഫിൽ എവിടെയോ ശരി നമ്മൾ നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് അൺകണ്ടീഷണൽ ലവ് കൊടുക്കുമ്പോഴും നമുക്ക് ഭയമാണ്. ബിക്കോസ് ഈ ഒരു പ്രണയം കാരണം നമ്മൾ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ട്, കാർമിക് പാർട്ട്ണർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഭയം വരും. കാരണം വീണ്ടും എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുമോ? കാരണം ഞാൻ എൻ്റെ മനസ്സും ആത്മാവ് പൂർണ്ണമായി സമർപ്പിച്ച് പ്രണയിക്കുമ്പോൾ വീണ്ടും എന്നെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഹൃദയം വീണ്ടും തകരുമോ ഉള്ള ഭയത്തിൽ നിന്നാണ് നിങ്ങൾ പ്രണയിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഭയമാണ് ഇനി ഈ ഒരു മൊമെൻറ്റ്, ഇത്രയും മനോഹരമായ മൊമെൻറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേവലാതിയാണ്. മനസ്സിലായില്ലേ? എങ്ങനെ പിന്നെ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ നിലകൊള്ളും എന്നുള്ള ഭയം. സോ നമ്മളും ലവിനെ തന്നെയാണ് ഭയപ്പെടുന്നത്, നമ്മുടെ പവറിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. ആൻഡ് നമ്മുടെ ഓൺ വോയിസ്, നമ്മുടെ ശബ്ദം, നമ്മുടെ സത്യത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സത്യത്തെ ജീവിക്കണം. കാരണം ആൻഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് സെറ്റിൽ ആവുന്ന പോലെ നിങ്ങളും എവിടെയോ സേഫ് സോണിൽ കളിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളും എവിടെയോ നിങ്ങളുടെ സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കംഫർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളുടെ ഫിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ ലവ് ചെയ്യുന്നവർക്കായിരിക്കും, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ രണ്ട് വള്ളത്തിൽ കാല് വെക്കും. നിങ്ങളുടെ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഒരു സേഫ്റ്റി സോണിലായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്കും നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലും ആ അൺസേഫ് ഉണ്ട്. നിങ്ങൾ ഷുവറിറ്റി കിട്ടിയാൽ മാത്രമേ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാകാം. ഒരു പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു തേർഡ് പാർട്ടിയിൽ നിന്ന്, നിങ്ങൾ ആക്ഷൻ എടുക്കാനും റെഡിയാണ്. പക്ഷെ സംവെയർ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ലൈറ്റിനെ ഡിം ചെയ്യുന്നത്? നിങ്ങൾ റിയൽ ആയിട്ടും നിങ്ങൾ എന്ന അസ്തിത്വത്തെ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആസ് എ ഡിവൈൻ ഫെമിനൻ നിങ്ങളുടെ ഡിവിനിറ്റീനെ നിങ്ങൾ അറ്റ്മോസ്റ്റ് ഓണർ ചെയ്യുന്നുണ്ടോ? നിങ്ങളോ ഡിവൈൻ മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങളുടെ ഡിവിനിറ്റീനെ നിങ്ങൾ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഫിയർ നമ്മളെ ഒരു കംഫർട്ടിലാണ് നിർത്തുന്നത്. ഫിയറിനെ എപ്പോഴും സർവൈവ് ചെയ്യണം. അതായത് ഫിയർ വരുന്ന നമ്മുടെ മൈൻഡിൽ നിന്നാണ് ആൻഡ് ബിലീഫ് സിസ്റ്റത്തിനാണ്. സബ് കോൺഷ്യസ് ബിലീഫ് പാറ്റേൺസ് ആയിരിക്കും അവിടെ പ്ലേ ഓൺ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കോൾ ചെയ്തപ്പോൾ ഒരു പക്ഷേ പുള്ളിക്കാരൻ എടുത്തില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ബിസി ആവാം, കോൾ വെയിറ്റിംഗ് ആയിരിക്കട്ടെ. അപ്പോൾ തന്നെ ഒരു ഒരു സേഫ് ഫീൽ ചെയ്യുന്ന സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു ഡിവൈൻ ഫെമിനൻ ആണെങ്കിൽ അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, എൻ്റെ മാസ്കുലിൻ അല്ലെങ്കിൽ അവൻ ഫ്രീ ആകുമ്പോൾ
തിരിച്ചു വിളിക്കുമായിരിക്കും എന്നൊരു രീതിയിൽ നമ്മളിരിക്കും. നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൻ ആണെങ്കിൽ, നിങ്ങളുടെ ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓവർ തിങ്ക് ചെയ്യും. എന്തായിരിക്കും ഫോൺ എടുക്കാനേ, ഇനിയിപ്പോൾ എന്നെ വേണ്ടായോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ. നിങ്ങളപ്പം ഇതിനു മുന്നേ ചെയ്ത കോൺവെർസേഷൻ അല്ലെങ്കിൽ മെസ്സേജുകൾ നിങ്ങൾ റീപ്ലേ മൈൻഡിൽ ചെയ്യും, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ്. സോ നിങ്ങൾ ആലോചിക്കും എന്ത് പറഞ്ഞിട്ടായിരിക്കും അപ്പം ഫോൺ എടുക്കാതിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ കോൾ വെയിറ്റിംഗ് ആയിരിക്കും. ഈശ്വര, ഇനി എന്നെ വേണ്ടേ, ഇനി അവൻ്റെ ഗേൾ ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ വൈഫിനോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ പറയുമായിരിക്കും എന്നെ ഉപേക്ഷിക്കാൻ. അങ്ങനെ നമ്മൾ ആലോചിച്ച് കാട് കെട്ടിക്കൊണ്ട് നമ്മുടെ ഭയം വീണ്ടും നമ്മൾ സേഫ് അല്ല, വീണ്ടും നമുക്ക് നമ്മൾ സേഫ് അല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ആ സേഫ്റ്റി കിട്ടാൻ വേണ്ടി നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ വീണ്ടും മുറുക്ക പിടിക്കാൻ നോക്കും. സോ ആ ഒരു എനർജി നമ്മുടെ ട്വിൻ ഫ്ലെയിമിന് ഫീൽ ആവും. സോ എന്നിട്ട് നമ്മൾ ബിലീവ് ചെയ്യും, എൻ്റെ ട്വിൻ ഫ്ലെയിം ഞാൻ അവനെ ചിലപ്പോൾ എന്നെ വിളിക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ അൺസേഫ്റ്റി മൊത്തത്തിൽ ട്രിഗറാവും. ഫെമിനൻ്റെ കാര്യം അൺസേഫ്റ്റി ഫുൾ ട്രിഗർ ആയിട്ട് നിങ്ങൾ പിന്നെ ആ ഒരു സേഫ്റ്റി നിങ്ങൾ പുറത്തന്വേഷിക്കും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങൾക്ക് ആ ഒരു അഷുറൻസ് അങ്ങനെ ഒന്നുമല്ല, ഞാൻ ബിസി ആയിരുന്നു, നിങ്ങൾ ട്വിൻ ഫ്ലെയിം പറയുമ്പോഴായിരിക്കാം നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് നിങ്ങൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എന്നാലും എന്തായിരിക്കും, എവിടെയായിരിക്കും എനിക്ക് തെറ്റുപറ്റി എന്നൊരു കാര്യമായിരിക്കും നടക്കുന്നത്. ആൻഡ് ഇതൊരു പാറ്റേൺ ആണ്. ബിക്കോസ് നമ്മുടെ ഫിയർ എപ്പോൾ വരുന്നു, നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന ട്രിഗർ അൺസേഫ്റ്റിയാണ്. സോ ഫിയർ വരുമ്പോൾ ഭയം, നമ്മുടെ സത്യത്തെ ജീവിക്കാനുള്ള ഭയം, സമൂഹത്തിൽ നിന്നുള്ള ഭയം, വീട്ടുകാരിൽ നിന്നുള്ള ഭയം, ഇനി നമുക്ക് കാർമിക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭയം. അപ്പോൾ സമൂഹത്തിൽ നമുക്കൊരു ഇമേജ് ഉണ്ട്, സമൂഹം എന്ത് വിചാരിക്കുമുള്ള ഭയം. അങ്ങനെ ഭയത്തിൽ ജീവിച്ച് നമ്മൾ എത്രത്തോളം നിങ്ങൾ ഭയത്തിൽ ജീവിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ചക്രാസ് ബ്ലോക്ക് ആവുകയും ചെയ്യും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അത്രമാത്രം സഫറിങ്ങും നിങ്ങൾ കൊണ്ടുവരും. ആൻഡ് നിങ്ങളുടെ സേഫ്റ്റി, ആ ഒരു ഫിയറിനെ മാറ്റി നിങ്ങളുടെ സേഫ്റ്റീനെ ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സേഫ് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് എവിടെയാണോ സേഫ് ഫീൽ ആകുന്നത് അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ വർക്കഹോളിക്കായി മാറുന്നത്. കാരണം വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ പേടിയാണ്. കാരണം ഓവർ തിങ്കിങ് അവർക്ക് വരുമ്പോൾ അവരെ തന്നെ ഓവർ വർക്കിലേക്ക് പോകും. ചിലപ്പോൾ നിങ്ങളും ഇങ്ങനൊരു പാറ്റേൺ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഭയമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. നമ്മുടെ ട്വിൻ ഫ്ലെയിം യൂണിയനെ തടയുന്നതും ഭയമാണ്. ലൈക്ക് നമ്മളെക്കാട്ടിലും ബെറ്ററാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ കാർമിക് വൈഫ് ഓർ ഹസ്ബൻഡ് എങ്കിൽ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് വരും. ചിലപ്പം എനിക്ക് ഇന്ന കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത. നമ്മൾ തന്നെ ഓരോ തനിയെ ബിൽഡ് ചെയ്തു. ബിക്കോസ് അത് നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റമാണ്. ഒരു മാരേജ് ഇങ്ങനെ തന്നെ നടക്കണമെന്നൊരു ബിലീഫ് സിസ്റ്റം സമൂഹത്തിൽ ഓൾറെഡി കുറേ സൊസൈറ്റിക്കൽ കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പുരുഷന്മാർ മുതിർന്നതായിരിക്കണം, സ്ത്രീകൾ അവരെക്കാട്ടിലും ഇളയതായിരിക്കണം എന്നുള്ളത് വിവാഹത്തിൻ്റെ ഒരു മെയിൻ കാര്യമാണ്. ആൻഡ് സെയിം ജാതിയിലായിരിക്കണം, സെയിം മതത്തിലായിരിക്കണം, മേ ബി സെയിം പ്രൊഫഷൻ ആയിരിക്കണം. ആൻഡ് ഇതൊക്കെയാണ് ഒരു വീട്ടുകാർ കണ്ടുപിടിക്കുന്ന ആയിരിക്കണം. ഈവൻ ദോ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ലവ് മാരേജിനെ ഭയങ്കരമായിട്ട് അവർ ഹാപ്പിയാണ്. യെസ്, ഞങ്ങൾ ലവ് മാരേജാണ് ചെയ്തത്. വാട്ട് കൈൻഡ് ഓഫ് ലവ്? ബിക്കോസ് ഓൾറെഡി അവർ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓൾറെഡി സേഫ് നോക്കിയിട്ട് തന്നെയാണ്. ലൈക്ക് സെയിം പ്രൊഫഷൻ, അച്ഛനും അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കും, പെണ്ണിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കും. അങ്ങനെയെല്ലാം സെക്യൂരിറ്റി നോക്കിയിട്ടാണ് അവർ കല്യാണം കഴിക്കുക. സോ എനിക്കത് ലവ് മാരേജ് ആയിട്ട് പറയാൻ ലവ് മാരേജ് ആയിരിക്കും, ബട്ട് സം കൈൻഡ് ഓഫ് ഒരു സേഫ് സോണിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ട്വിൻ ഫ്ലെയിം ഒരു യൂണിയൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിൻ്റെ മാരേജ് ആകുമ്പോൾ ചിലപ്പം ഒരു പക്ഷേ സൊസൈറ്റിക്കൽ കണ്ടീഷനിങ് പോലെ എല്ലാം സെയിം ആയിരിക്കാം. മീൻസ് കാസ്റ്റ് സെയിം ആയിരിക്കാം, റിലീജിയൻ സെയിം ആയിരിക്കാം, സെയിം പ്രൊഫഷൻ ആയിരിക്കാം. ആൻഡ് എന്താ പറയുക, ഈ പുരുഷൻ മുതിർന്നതും സ്ത്രീ ഇളയതും അങ്ങനത്തെ എല്ലാ കണ്ടീഷനും കറക്റ്റ് ആവുന്ന ട്വിൻ ഫ്ലെയിം ആൾക്കാരും ഉണ്ട്, ട്വിൻ ഫ്ലെയിം യൂണിയനും ഉണ്ട്, അതില്ലെന്നല്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ട്വിൻ ഫ്ലെയിം യൂണിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സൊസൈറ്റിക്കൽ കണ്ടീഷനെ തച്ചുടയ്ക്കാൻ വേണ്ടി. ബിക്കോസ് ലവ് ഈസ് ലവ്.
പ്രണയത്തിന് ഭാഷയില്ല, അല്ലെങ്കിൽ മതമില്ല, ജാതിയില്ല. പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലെന്ന് പറയത്തില്ല, അതുപോലെ ലവ് ഇസ് ലവ്. നമുക്ക് പ്രണയമാണ് പിന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അത് നമ്മുടെ ട്വിൻ ഫ്ലെയിം വരുമ്പോഴാണ് അത് ഓവർഫ്ലോ ആയി വരുന്നത്. മനസ്സിലായില്ലേ? സോ ഈ ഒരു സൊസൈറ്റികളുടെ കണ്ടീഷനിങ്ങിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിം യൂണിയനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്താ, ഏജ് ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും, റിലീജിയൻസ് ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ രണ്ടുപേരും ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ ചെയ്യുന്നത്. ആൻഡ് രണ്ടുപേരുടെ ചിലപ്പം ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സിനെ മാരേജ് ചെയ്യുക. ആൻഡ് ചിലപ്പം വുമൺ പുരുഷനേക്കാളും മുതിർന്നതാകാം, മാരീഡ് അൺമാരീഡ്, അങ്ങനെ ഡിഫറെൻറ്റ് സെനാറിയാണ് വരുന്നത്. ഈശ്വരൻ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. മനസ്സിലായില്ലേ? നമ്മൾ മനുഷ്യരാണ് ഇതിനെ കുളവാക്കുന്നത്. ഫിയർ ബേസ്ഡ് എനർജീസിൽ നിങ്ങൾ പുറത്ത് വരിക. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം യൂണിയന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു റിലീസ് ഓൾ യുവർ ഫിയർ. യു ഹാവ് ടു സറണ്ടർ ആൻഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഈശ്വരനിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, നിങ്ങളിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് ചെയ്യുക, ലൈക്ക് ഹീ ഈസ് മൈ മാൻ അല്ലെങ്കിൽ ഷീ ഈസ് മൈ വുമൻ. എങ്ങും പോകില്ല, ബിക്കോസ് ഞാൻ എന്നെ ഉപേക്ഷിച്ചിട്ട് എങ്ങും പോകില്ല. നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് ട്രസ്റ്റ് വരുത്തില്ല. നമുക്ക് അകത്തുനിന്ന് മാത്രമേ ആ ട്രസ്റ്റിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓൾറെഡി നിങ്ങൾ പറയില്ല, ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഈശ്വരനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി പറയുമെങ്കിൽ പോലും നിങ്ങളെ ഫിയർ തലവെക്കുമ്പോൾ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പെട്ടെന്ന് സൈലൻറ്റ് സോണിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾ വിചാരിച്ച പോലെ ചെയ്യാതിരിക്കുമ്പോൾ ഈ ഫിയറുകൾ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരികയും നിങ്ങളപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് സംവെയർ ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല. സോ റീബിൽഡ് യുവർ ട്രസ്റ്റ്. നമുക്ക് സെൽഫിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം ട്രസ്റ്റാണ് നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാം ഷെയർ ചെയ്യാൻ നിങ്ങൾക്കൊരു മടിയില്ലാതെ, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനൊപ്പം എവിടെയെങ്കിലും പോകാൻ, യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല. നിങ്ങൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരോട് ഭയങ്കരമായിട്ട് അടുത്തിടപഴകുകയും നിങ്ങൾ ട്വിൻ ഫ്ലെയിമുമായിട്ട് പെട്ടെന്ന് അടുക്കുകയും ആൻഡ് നിങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാത്ത നിങ്ങളുടെ ആ ഒരു വൾനറബിൾ സൈഡിന്, അല്ലെങ്കിൽ ആരും കാണാത്ത ആ ഒരു നിങ്ങളുടെ ചൈൽഡിഷ് ബിഹേവിയറിനൊക്കെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ദേ ആർ യുവർ സേഫസ്റ്റ് പ്ലേസ്. യു ഫീൽ സേഫ് when you are around your twin flame. നിങ്ങൾക്ക് സേഫ്റ്റിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോൾ. അതുകൊണ്ടാണ് അവർ പോകുമ്പോൾ നമുക്ക് ആ സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്. ആൻഡ് സംവെയർ നമ്മൾ വിചാരിക്കുന്നത് സേഫ്റ്റിയുടെ യഥാർത്ഥ സ്രോതസ് നമ്മുടെ ട്വിൻ ഫ്ലെയിമാണ്. ബട്ട് അങ്ങനെയല്ല. നമ്മുടെ സേഫ്റ്റിയുടെ യഥാർത്ഥ സ്രോതസ് ഈശ്വരനാണ്. സോ ഈശ്വരനെ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് ഇൻവൈറ്റ് ഗോഡിൽ നിന്ന് ആ സേഫ്റ്റിനെ റിസീവ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ ഈശ്വരനിൽ എന്നെ വിശ്വസിച്ച്, ഈ ജേർണീനെ വിശ്വസിച്ച് നിങ്ങൾ സേഫ് ആണെന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നു, സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും സേഫ്റ്റി ഫീൽ ചെയ്യും. സോ ഈ ഒരു പ്രണയത്തെ ഞാൻ ഭയക്കേണ്ട ആവശ്യം. സോ അവർ റൺ ചെയ്തത് ഒഴിവാകും. അവർ റൺ ചെയ്യത്തില്ല, പിന്നെ അവിടെ എക്സിസ്റ്റ് തന്നെ ചെയ്യും. കാരണം ആ ഒരു സേഫ്റ്റീനെ നിങ്ങൾ റൂട്ടിൽ അല്ലെങ്കിൽ കോറിൽ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം റൺ ചെയ്ത് പോകത്തില്ല. ചിലപ്പം സൈലൻറ്റ് സോണിൽ പോകും, പക്ഷെ റൺ ചെയ്ത് പോകത്തില്ല, അവരെ കാണും. ബിക്കോസ് ആ സേഫ്റ്റി മെല്ലെ ഹീൽ ചെയ്ത് ആ ട്രസ്റ്റ് ബിൽഡാവും. അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് മെല്ലെയാണ് നമ്മൾ ആ ഒരു യൂണിയന് വീണ്ടും ലൈഫിൽ യൂണിയനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ പൂർണ്ണതയിലെത്തിക്കുന്നത്. സോ ഫിയറിനെ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്റ്റോറി നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ യൂണിയനിലൂടെ ഈ ഈശ്വരൻ്റെ ദൗത്യം പൂർണ്ണമാകട്ടെ. നിങ്ങൾക്ക്
ഈ ഒരു എന്താ പറയുക ഗൈഡൻസിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലായി കാണും എത്രമാത്രമാണ് നിങ്ങൾ ഇലൂഷനിൽ ഫിയറിൽ ജീവിക്കുന്നത്, എത്രമാത്രമാണ് ഈ ഫിയർ നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കുന്നത്. സോ പ്ലീസ് എന്നോടൊപ്പം പറയുക ദാറ്റ് ഐ ചൂസ് ടു റിലീസ് ഓൾ മൈ ഫിയേഴ്സ് ആൻഡ് മൈ സേഫ്റ്റി കംസ് ഫ്രം ഗോഡ്. ഞാൻ എൻ്റെ എല്ലാ ഭയങ്ങളെയും റിലീസ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നു. എൻ്റെ സേഫ്റ്റിയുടെ സ്രോതസ് ഈശ്വരനാണ്. ഓക്കെ, സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് അറിയണമെങ്കിൽ you can contact me and tarot card sessions, personal sessions അവൈലബിൾ ആണ്. വോയിസ് മെസ്സേജിലും റീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീലിംഗ് സെഷൻസിന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. സോ ഹോപ്പ് you love this video. So please like, share and subscribe my YouTube channel. And thank you so much. See you in the next video. Bye and good. Take care. Thank you. Bye.